നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. UAE-യിൽ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾ ഈ ഘട്ടത്തിൽ ബയോമെട്രിക് ഡാറ്റ നൽകേണ്ടതില്ലെന്നും പാസ്പോർട്ട് ഫീസ് മാറ്റമില്ലാതെ തുടരുമെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും വ്യക്തമാക്കി. UAE-യിൽ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് ഈ വിശദീകരണം. അപേക്ഷാ പ്രക്രിയയെക്കുറിച്ച് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രധാന ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ വിശദീകരണം. ദുബായ് മേഖലയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി സൈക്ലിംഗ് ഇവന്റായ ദുബായ് റൈഡ് 2025 സൗകര്യമൊരുക്കുന്നതിനായി നഗരത്തിലെ വിവിധ റോഡുകൾ അടച്ചിടുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നവംബർ 2 നടക്കുന്ന പരിപാടിയുടെ സുരക്ഷയും സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കാനാണ് ഈ നടപടി. പങ്കെടുക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നഗരത്തിലെ പ്രധാന റോഡുകളിൽ പലതും പുലർച്ചെ 3 മുതൽ രാവിലെ 10 വരെയാണ് അടച്ചിടുക. സലാലയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 34 ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾക്ക് താഴിട്ട് ദോഫാർ നഗരസഭ. ഒക്ടോബറിൽ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ നിയന്ത്രണ വിഭാഗത്തിലെ പരിശോധനാ സംഘങ്ങൾ രാവിലെയും വൈകുന്നേരവും ഷിഫ്റ്റുകളിലായാണ് സലാല നഗരത്തിലുടനീളമുള്ള ബേക്കറികൾ, റെസ്റ്റോറന്റുകൾ, സെൻട്രൽ മാർക്കറ്റ്, മറ്റ് ഭക്ഷ്യസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലടക്കം നിരവധി ഫീൽഡ് പരിശോധനകൾ നടത്തിയത്. 2030 5 കോടി വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖതീബ് പറഞ്ഞു. മധ്യവർഗ സമ്പന്നരെ ആകർഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.